ദിവസത്തിനകത്ത് പുതിയ ക്യാപ്റ്റനായിട്ട് ജിഷിൻ അങ്ങോട്ട് സ്നാനമേറ്റതിന്റെ തൊട്ട് പുറകിന് തന്നെ മുട്ടനടി അവിടെ നടക്കുന്നുണ്ട്. അനുമോളാണ് ഇത്തവണത്തെ കിച്ചണിലെ ക്യാപ്റ്റൻ. അല്ല, കിച്ചൺ മേൽനോട്ടവും ക്യാപ്റ്റനും അനുമോള് തന്നെയാണ്. അവിടെ എല്ലാം വൃത്തിയാക്കുന്നതിന്റെ ഇടയില് ഇപ്പം നിവിൻ ഉണ്ടല്ലോ, നിവിൻ വന്ന് മല്ലിയില തിന്നാനായിട്ട് എടുക്കുന്നത്. അതെന്തിനാണാവോ തിന്നുന്നത്? മല്ലിയില എത്ര തിന്നോ അറിയത്തില്ല. മല്ലിയില ഒരു കിണ്ണത്തിനകത്ത് തിന്നാൻ എടുക്കുന്നു. അനു ചോദിക്കുന്നു, എന്തിനാ നീ മല്ലിയില എടുത്തത്? മല്ലിയില എടുക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നു. നിവിൻ പറയുന്നു, ഞാൻ ഒരിച്ചിരി മല്ലിയില എല്ലാം എടുത്തിട്ടുള്ളൂ, അതിനിപ്പോ നിനക്ക് എന്താന്ന് പറയുന്നു. അപ്പൊ അത് കേട്ടിട്ട് ഷാനവാസ് നേരെ നിവിന്റെ നേരെ തിരിയുന്നു. നിവിന്റെ നേരെ അല്ല, അനുവിനോട് പറയുന്നു, ഇവിടെ ആരെന്തെടുത്താലും ഞങ്ങളും എടുക്കും എന്ന് പറയുന്നു. അപ്പൊ നിവിൻ നേരെ ആ മല്ലിയിലയായിട്ട് പോയി അവിടെ ആ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് അത് തിന്നാനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മുടെ ഷാനവാസ് അങ്ങോട്ട് ചെന്നിട്ട് അത് തട്ടി മാറ്റുന്നു. തട്ടി മാറ്റുകയാണോ അതോ എടുത്ത് നീക്കുകയാണോ എന്ന് അറിഞ്ഞില്ല. എന്തായാലും അത് പൊട്ടുന്നുണ്ട്. കപ്പാണ്. കപ്പ് പൊട്ടി പോകുന്നുണ്ട്. പിന്നെ അവിടെ ബഹളമാണ് നടക്കുന്നത്. പിന്നെ ജിഷിനും വന്ന് ചോദിക്കുന്നുണ്ട് എവിടെ കേൾക്കാനായിട്ട്. നിവിനും ഷാനവാസും കൂടെ തമ്മിൽ ഭയങ്കരമായി വഴക്കാവുന്നുണ്ട്. അന്നേരം ഷാനവാസ് പറയുന്നത്, അങ്ങനെ എടുത്ത് കഴിക്കാൻ പറ്റത്തില്ല, നീ ആരാ ഇവിടെ? അപ്പം നിവിൻ ചോദിക്കുന്നു, നിങ്ങളെന്തോ ഇവിടുത്തെ രുദ്രനാണ്, ഉണ്ടാപ്പണി ഇവിടെ എടുക്കണ്ടെന്നൊക്കെ പറയുന്നു. അതിനിടയിൽ ആദിലയും നൂറയും കയറി ഏൽക്കുന്നുണ്ട്. അപ്പൊ പെങ്ങളൂട്ടിക്കാരുടെ ഇവിടെ എടുക്കല്ലെന്ന് നിവിൻ ആദിലയോടും നൂറയോടും പറയുന്നു. കാരണം ഇവരോട് പൊതുവെ നിവിനൊരു പിന്നെ ഇഷ്ടക്കുറവുണ്ട്. കാരണം എന്ന് വെച്ചാൽ അന്ന് നിവിൻ പുറത്തു പോയില്ലേ, അതിന് കാരണക്കാർ ഇവരാണെന്ന് നമ്മുടെ മസ്താനി വന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. അതിന്റെ ഒരു ഇഷ്ടക്കേട് നിവിന്റെ മേൽ നിവിനുണ്ട്, ആദിലോടും നൂറയോടും. അപ്പൊ അതും ഇവിടെ നടക്കുന്നുണ്ട്. ഇവരുടെ അടിയിലിടയിൽ നമ്മുടെ അനീഷ് വന്ന് തടസ്സപ്പെടുത്തുന്നുണ്ട്, ബഹളം വെക്കരുതെന്ന് പറയുന്നുണ്ട്. പിന്നെ മറ്റുള്ള വീട്ടിലുള്ള എല്ലാവരും വരുന്നുണ്ട്. ആകെ ഒരു കച്ചറയായി ഇപ്പൊ കിച്ചൺ ടീമിൽ. രാവിലെ അല്ല, ഇപ്പം 2 മണി 2 കാലാവുന്ന സമയത്ത് ഇപ്പം നടന്നതാണ് ലൈവില്.